തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരുവുകളിൽ അവശേഷിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇനി തിരുവനന്തപുരം മണക്കാട് സ്കൂൾ മുറ്റത്ത് മറ്റൊരു രൂപത്തിൽ കാണാം. പ്രചാരണ ബോർഡുകളും ബാനറുകളും റീസൈക്കിൾ ചെയ്ത് നിർമ്മിച്ച പൂച്ചട്ടികൾ കൊണ്ട് മനോഹരമായൊരു മാതൃകാ പൂന്തോട്ടം ഒരുക്കിയിരിക്കുകയാണ് മണക്കാട് കാർത്തിക തിരുനാൾ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരുക്കിയ ഈ വേറിട്ട മാതൃകയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി നിർവഹിച്ചു. മാലിന്യങ്ങളെ വെറും ചപ്പുകൂനകളായി തള്ളിക്കളയാതെ അവയെ ഉപയോഗപ്രദമായി മാറ്റുന്ന സർക്കുലർ എക്കണോമിയുടെ മികച്ചൊരു പ്രായോഗിക മാതൃകയായി മാറിയിരിക്കുകയാണ് ഈ പൂന്തോട്ടം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിച്ച പോളിയെത്തലീൻ ബാനറുകളും പരസ്യ ബോർഡുകളുമാണ് ഈ മനോഹരമായ പൂച്ചട്ടികളായി പുനർജനിച്ചിരിക്കുന്നത്. ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ശേഖരിച്ച ഇത്തരം ബോർഡുകൾ റീസൈക്ലിംഗ് സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയത്. ഇവയിൽ നിന്നും നിർമ്മിച്ച ചെടിച്ചട്ടികളും ഗ്രോ ബാഗുകളും ഉൾപ്പെടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് സ്കൂൾ മുറ്റത്ത് ഈ മാതൃകാ പൂന്തോട്ടവും പ്രദർശനവും സജ്ജമാക്കിയത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ശാസ്ത്രീയമായ പരിപാലനവും പുനരുപയോഗവും പൊതുസമൂഹത്തിലും കുട്ടികളിലും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ശുചിത്വ മിഷനും ക്ലീൻ കേരള കമ്പനിയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാനേജിംഗ് ഡയറക്ടർ ദിവ്യ SIR, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ് IAS എന്നിവരും കുട്ടികൾക്കൊപ്പം പൂന്തോട്ടം സന്ദർശിക്കാൻ എത്തിയിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന് പുതിയൊരു കാഴ്ചപ്പാട് നൽകുന്ന ഈ പദ്ധതി വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.